എടപ്പാളിന് മംഗലാപുരം വരെ വണ്ടി ഓടിച്ചു പോയി. എന്തിന്? മച്ചിലിയിലെ ഫുഡ് കഴിക്കട്ടാ. മച്ചിലിയിൽ നമ്മൾ ഇടക്കിടക്ക് പറഞ്ഞ തോന്നി മച്ചിലിയിൽ നിന്ന് കുറെ കാലം ഇട്ട് അപ്പൊ ഒന്ന് പോയി കഴിക്കാൻ നവാസം ഉണ്ട് നമ്മളൊപ്പട്ട. പിന്നെ മച്ചിലിയിൽ എത്തി നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ആവോലി, അതുപോലെ തന്നെ ഞണ്ട്, ഗീ റോസ്റ്റ്, കൂന്തലുണ്ടായിരുന്നു, അയില, അതൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടാ. ചോറിന് കൂടുതൽ സൈഡ് ഡിഷും കാര്യങ്ങളൊന്നും ഉണ്ടല്ലോ നമ്മളെ നാട്ടിലെ പോലെ. പക്ഷെ അവിടുത്തെ മീനൊക്കെ നല്ല ഫ്രഷ് ആവും. അതുപോലെ അവരുടെ മസാല പറഞ്ഞറിയിക്കണം, അതുപോലത്തെ മസാല. പിന്നെ ഇവിടുന്ന് ഒരിക്കൽ കഴിച്ചവർ എന്തായാലും ഈ വഴി വരുമ്പോൾ എന്തായാലും ട്രൈ ചെയ്യും. അത്രയ്ക്കും നല്ല മീനാണ്. ഫ്രഷ് മീനും തവ ഫ്രൈന് ആ മസാല ഒക്കെ കൂട്ടി അടിച്ചാണ്ടല്ലോ വേറെ ലെവലാണ് വെക്കണേ. മാംഗ്ലൂർ സ്റ്റൈല് ഫിഷ് അല്ലെങ്കിൽ അതൊക്കെ കഴിക്കാൻ താല്പര്യമുള്ളവർ ബംഗ്ലാര് വരുമ്പോൾ ഈ മച്ചില ട്രൈ ചെയ്യുക. നമുക്ക് അത്ര ഇഷ്ടമായിട്ടാണ് എടപ്പാളിൽ നമ്മൾ അതുവരെ ഡ്രൈവ് ചെയ്ത് പോയിട്ട് ഈ ഓൺലി പർപ്പസ് എന്താ ഈ മീൻ കഴിക്കുക, മച്ചിലിയിലെ ഫുഡ് കഴിക്കുക എന്നുള്ളത്. അതുപോലെ എടുത്തു പറയേണ്ടതാണ് ഇവിടുത്തെ ക്രാബ് ഗീ റോസ്റ്റ്. ഒരു രക്ഷയില്ലാത്ത സാധനം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പൊതുവെ അങ്ങനെ ക്രാബ് കഴിക്കാറില്ല, പക്ഷെ ഇവിടുത്തെ ക്രാബ് ഉണ്ടല്ലോ, അത് നമ്മൾ കഴിച്ചാൽ നമുക്ക് വീണ്ടും വീണ്ടും അവിടെ പോയിട്ട് കഴിക്കാൻ തോന്നും. അതിന്റെ ആ ഒരു ഗീ എന്ന് പറഞ്ഞ അതിന്റെ ഒരു ഫ്ലേവർ ഒന്ന് പറഞ്ഞറിയിക്കേണ്ടി തന്നെ. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴേ നമ്മളിത് കഴിക്കണമെങ്കിൽ കാണുമ്പോൾ തന്നെ എനിക്ക് വീണ്ടും കൊതി വരും കേട്ടോ, ഒന്നുകൂടി കഴിച്ചാലോ എന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നല്ലോ അതിന്റെ ടേസ്റ്റ് എങ്ങനെയാണ്. മച്ചിലിയിൽ ഒരുപാട് ആൾക്കാർ പോയിണ്ടാവും അറിയാം. എന്തായാലും ഞങ്ങളെ സ്റ്റേറ്റ് ഒക്കെ കഴിഞ്ഞ് ഒരു യുദ്ധം അവസാനിപ്പിച്ചിട്ട് നമ്മൾ തിരിച്ചു പോകുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി തിരുമ്പി വെറുവേ എന്ന് ചൊല്ലിയിട്ടാണ് നമ്മൾ മംഗലാപുരത്ത് വന്നത്.